പ്രിയപ്പെട്ടവരെ, സഭയുടെ ആരാധനക്രമത്തിൽ ഏറ്റവും വിശുദ്ധമായ പ്രാധാന്യമർഹിക്കുന്ന 3 ദിനങ്ങളാണ് പെസഹ ത്രിദിനങ്ങൾ എന്നറിയപ്പെടുന്ന പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ഉയർപ്പ് തിരുനാൾ. ഇതിനൊരുക്കമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കുരുത്തോലകൾ വെഞ്ചരിച്ച് പ്രദക്ഷിണമായി നടന്ന ദേവാലയത്തിൽ പ്രവേശിച്ചു. കർത്താവ് ജെറൂസലേമിൽ പ്രവേശിച്ചതിൻ്റെ ആ ഓർമ്മ നമ്മൾ പുതുക്കി. പക്ഷേ ആ ആഘോഷം, സന്തോഷം അധികം നാൾ നീണ്ടു നിന്നില്ല. പിന്നീട് നാം കാണുന്നത് യൂദാസിൻ്റെ വഞ്ചനയും പത്രോസിൻ്റെ നിഷേധമൊക്കെയാണ്. വ്യാഴാഴ്ച നമ്മുടെ കർത്താവിൻ്റെ ആ ഏറ്റവും എളിമയായിട്ടുള്ള പ്രവൃത്തി തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന ശുശ്രൂഷയിലൂടെ ആരംഭിക്കുന്നു. അതിനുശേഷം ദിവ്യകാരുണ്യം സ്ഥാപിച്ച് കൊണ്ടുള്ള ആ തിരുക്കർമ്മങ്ങൾ നമ്മൾ പങ്കുചേരുന്നു. പിന്നെ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നു, അപ്പം മുറിക്കുന്നു. പിറ്റേ ദിവസം നമ്മുടെ കർത്താവ് പീഡകൾ അനുഭവിച്ച് കുരിശുമരണം മരിച്ചതിൻ്റെ ഓർമ്മയാണ്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവിടുന്ന് വഹിച്ചത് നമ്മുടെ പാപങ്ങളുടെ ഭാരമാണ്. എന്നാൽ മരിച്ചടക്കം ചെയ്യപ്പെട്ട ക്രിസ്തുനാഥൻ്റെ അന്ത്യമായിരുന്നില്ല അത്. അവിടുന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മൾ പെസഹ ജാഗരം കൊണ്ടാടുന്നു. പുത്തൻ തിരി ആശീർവദിച്ചുകൊണ്ട് വലിയ ശനിയാഴ്ച രാത്രിയിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു. പിന്നീട് നാം കാണുന്നത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വായനകളുടെ പശ്ചാത്തലത്തിലെ പെസഹായ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. അത് ഉയർപ്പിലേക്ക് നമ്മെ നയിക്കുന്നു. പിന്നീട് നമുക്ക് ആഹ്ലാദിക്കുവാനുള്ള ദിവസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഒരുക്കത്തോടെ, വളരെ ഭക്തിയോടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെലവഴിക്കാം. കഴിയുന്നതും കൂടുതൽ ബൈബിൾ വായിക്കുക. പ്രത്യേകിച്ച് കർത്താവിൻ്റെ പീഡകളെ അനുസ്മരിപ്പിക്കുന്ന ബൈബിൾ അധ്യായങ്ങൾ വായിച്ച് ധ്യാനിക്കുക. അതുപോലെ തന്നെ പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററിനും എല്ലാം സമയത്തിന് മുമ്പ് തന്നെ, കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ വരിക. അതുപോലെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ആ ഉയർപ്പ് തിരുനാളിൻ്റെ ആ തലേനാളിലുള്ള ആ കർമ്മങ്ങളിലെ കത്തിച്ച മെഴുകുതിരികളും പിടിച്ച് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. എല്ലാവർക്കും ഭക്തി നിർഭരമായ ഈ പെസഹ ത്രിദിനങ്ങൾ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം, പോളച്ചൻ.